ഇവിടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ജനാധിപത്യ മതേതര ഭാവിയെ അഗാധമായി ബാധിക്കുന്ന ഒരു വിധിയെഴുത്താണ് വ്യത്യസ്ത ഘട്ടങ്ങളായി ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്നത്. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കേരളം ഒന്നടങ്കം ഇന്ന് വിധിയെഴുതുകയാണ്. കേരളം എന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയ മാതൃകകൾ അവതരിപ്പിച്ചിട്ടുള്ള സംസ്ഥാനമാണ്. ആദ്യമായി ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ്റിനെ 1957 തിരഞ്ഞെടുത്ത പാരമ്പര്യം ഈ മലയാള നാടിനുണ്ട്. ആ പാരമ്പര്യം മുറുകെ പിടിച്ചുകൊണ്ട് പുതിയ ഒരു മതേതര സമത്വാധിഷ്ഠിത ജനാധിപത്യ ഇന്ത്യയെ വികസിപ്പിക്കാൻ വേണ്ടി അതിദീർഘമായ ഒരു പോരാട്ടം തന്നെ ഇന്ത്യൻ ജനതയ്ക്ക് നടത്തേണ്ടതുണ്ട്. അതിൻ്റെ ആദ്യത്തെ ഘട്ടമാണ് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ഹീനമായ തന്ത്രങ്ങൾ. മതസൗഹാർദ്ദത്തിൻ്റെ നാടാണ് കേരളം. അതുകൊണ്ട് കേരളത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച വിധി പ്രഖ്യാപനം ഇന്ത്യയുടെ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും വളരെ വലിയ ഒരു പ്രതീകാത്മകമായ സന്ദേശം നൽകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അതിഗംഭീരമായ വിജയം കൈവരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് 20 വർഷങ്ങൾക്ക് മുമ്പ് 2004 കേരളം ഇടതുപക്ഷത്തിന് അനുകൂലമായ വലിയൊരു വിധിയെഴുത്ത് നൽകി. അതെങ്കിലും ഇത്തവണ ഉണ്ടാവും. അതിനപ്പുറം കൂടുതൽ മികച്ച ഒരു വിജയം 2004 കടത്തിവെട്ടുന്ന ഒരു വിജയം 2024 ഉണ്ടാകാൻ വേണ്ടിയാണ് LDFിൻ്റെ പ്രവർത്തകരാകെ കേരളത്തിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾ അഹോരാത്രം പണിയെടുത്തത്. അതിന് വിജയമുണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. BJPക്ക് കേരളത്തിൽ ഇതുവരെ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പോലും BJPക്ക് ജനമനസ്സുകളിലേക്ക് നുഴഞ്ഞു കയറാൻ കഴിഞ്ഞു. കേരളത്തിൽ BJP ഈ തെരഞ്ഞെടുപ്പിലും ഒരു കനത്ത പരാജയമാണ് ഏറ്റുവാങ്ങാൻ പോകുന്നത്. പ്രകാശ് ജാവദേക്കറെ കണ്ടു എന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുന്നു. ജാഗ്രത കുറവ് വലിയ രീതിയിൽ ഉണ്ടായിട്ടില്ല, മുഖ്യമന്ത്രിയുടെ അത് പറയുകയും ചെയ്യുന്നു. അല്ല, അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി കാര്യമാത്ര പ്രസക്തമായ പ്രതികരണം നൽകി കഴിഞ്ഞിട്ടുണ്ട്. മറ്റു പാർട്ടികളിൽ നിന്നെല്ലാം ആളുകളെ മോൻ തന്നെ ആ ചോദ്യം ഇഷ്ടപ്പെടുന്നില്ല, പേരക്കുട്ടി. മറ്റു പാർട്ടികളിൽ നിന്ന് ആളുകളെ പോച്ച് ചെയ്യുന്ന ഒരു രാഷ്ട്രീയം BJP പിന്തുടരുന്നുണ്ട്. അത് പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും വിജയം വരിക്കുകയില്ല. EP ജയരാജനും വ്യക്തമാക്കി താൻ കണ്ടു എന്നുള്ളത് ശരിയാണ്. അതിനപ്പുറം യാതൊരു രാഷ്ട്രീയ ചർച്ചയും നടന്നിട്ടില്ല. കൂടുതൽ കാര്യങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ വ്യക്തമാകും എന്ന് നമുക്ക് കരുതാം. അല്ല, അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി ഇന്ന് പ്രതികരിച്ചല്ലോ. മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും കൂട്ടിച്ചേർക്കാൻ എനിക്കില്ല. ഉണ്ടാകുമായിരുന്നു ഞാൻ പറഞ്ഞത്. അല്ല, അത്തരം പ്രചരണങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. കേരളത്തിൽ UDFിൻ്റെ ലോക്സഭാ സ്ഥാനാർത്ഥി, സിറ്റിംഗ് MP, കണ്ണൂരിലെ KPCC പ്രസിഡന്റ് കൂടിയായ ശ്രീ K. സുധാകരൻ BJPയുമായുള്ള ബന്ധത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടുള്ളതറിയാം. അദ്ദേഹം അസന്നിഗ്ധമായ ഭാഷയിൽ പറഞ്ഞു, RSSൻ്റെ ആയുധ പരിശീലന ക്യാമ്പിന് തങ്ങൾ, അതായത് കോൺഗ്രസ്സുകാർ കാവൽ നിന്നിട്ടുണ്ട് എന്ന്. ഇതെല്ലാമാണ് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതിനിടയ്ക്ക് ഒരു നേതാവിനെ കണ്ടു എന്ന് പറഞ്ഞാൽ പല നേതാക്കന്മാരും തമ്മിൽ താൻ കാണും. അതിനപ്പുറം യാതൊന്നുമില്ല എന്ന് സഖാവ് EP ജയരാജൻ വിശദീകരിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രിയും അസന്നിഗ്ധമായ ഭാഷയിൽ ആ സംഭവത്തെക്കുറിച്ച് പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതാണ് എനിക്കും ആവർത്തിക്കാനുള്ളത്.